ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗുലാബ് ജാമാണ്, ക്യാരറ്റ് ഗുലാബ് ജാമാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് ഷുഗർ വേണം. പിന്നെ ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പാണ് ഒഴിച്ചത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ബോയിലായി വരുമ്പോൾ നമുക്ക് ഒരു പിഞ്ച് കാർഡമം പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം ബോയിലായി വരുമ്പോൾ നമുക്ക് ആവശ്യമായ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇങ്ങനെ ബോയിലായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ് ഇവിടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബോയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ക്യാരറ്റ് വേണ്ടത്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂൾ ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരികൊക്കെ കളഞ്ഞ 8 ബ്രെഡാണ്. ഇനി ഈ ബ്രെഡൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രെഡ്. ഇനി നമുക്ക് ഈ ബ്ലെൻഡ് ബ്രെഡിലേക്ക് നമുക്ക് 3 ടീസ്പൂണും പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ക്യാരറ്റ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും ഒരു പേസ്റ്റ് ടെക്സ്ചറാകാൻ ആവശ്യത്തിന് മിൽക്കും ഒഴിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് പേസ്റ്റ് ടെക്സ്ചറിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ഈ ക്യാരറ്റിൻ്റെ പേസ്റ്റ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ബ്രെഡിൽ ഈ ക്യാരറ്റിൻ്റെ പേസ്റ്റ് നന്നായിട്ട് മിക്സായി വരുന്നവരെ നമുക്ക് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് ബട്ടറും കൂടി തേച്ചിട്ട് നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ഈ ബോൾസ് ഫ്രൈ ചെയ്യാൻ ഞാനൊരു സോസ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതാ ഈ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഈ ബോൾസ് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ക്യാരറ്റ് ഗുലാബ് ജാമുൻ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഗുലാബ് ജാമുനും ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 5 മിനിറ്റിന് ശേഷം നമുക്ക് ജ്യൂസി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ക്യാരറ്റ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. ഞങ്ങൾ കോക്ടെയിൽ ജ്യൂസും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് കോക്ടെയിൽ ജ്യൂസ്. ക്യാരറ്റ് ഗുലാബ് ജാമുൻ ടെക്സ്ചർ പറയുന്നത് നല്ല ജ്യൂസിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം ക്യാരറ്റ് കോക്ടെയിൽ ജ്യൂസും കൂടിയും കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇങ്ങനത്തെ റെസിപ്പീസായിട്ട് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.